നമുക്കൊരു ഉള്ളിത്തീയൽ വെക്കാം. അതിന് നമുക്ക് ഉള്ളിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി കഴുകിയെടുക്കാം. അതിൻ്റെ ഒരു ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടെല്ലാം അരിഞ്ഞെടുക്കാം. സമയം എടുക്കും, എന്നാലും അന്നേരം ഞാൻ ഒരു പുതിയ കട്ടിംഗ് ബോർഡ് മേടിച്ച് ഞാൻ ഓർത്ത കട്ടിംഗ് ബോർഡെ വെച്ച് കട്ട് ചെയ്യാമെന്ന്. പക്ഷേ എനിക്കത് പറ്റത്തില്ല, എനിക്കതിന് എക്സ്പീരിയൻസ് ഇല്ല. ഞാനൊരു 5-6 ഉള്ളിയെ കട്ടിംഗ് ബോർഡെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് വഴറ്റിയെടുക്കണം. എല്ലാം കുഞ്ഞായിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെ അത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തൃപ്തിയായത്. എന്നിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ വേണമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ തിരുമ്മിയെടുത്തത് കട്ട് ചെയ്ത് കഴിഞ്ഞ് തേങ്ങ തിരുമ്മിയെടുത്തു. എന്നിട്ട് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടു, ഇച്ചിരി കരിയാപ്പല, മുളക്, ചുമന്ന മുളക്, മല്ലി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു 2-3 ചെറിയ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് നമുക്കതെല്ലാം കൂടെ വറുത്തെടുക്കാം. ഗോൾഡൻ കളറാകുന്നതും വറുത്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി കരിയാപ്പല, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി എല്ലാം കൂടെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അപ്പോഴത്തേനും ഇത് മസാല തണുത്ത് ഞാനത് അരച്ചെടുത്തു. പുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ പുളി ഇട്ടു ഇച്ചിരി ഒന്ന് വഴറ്റിയിട്ട് ഈ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുത്തു കണ്ടോ. എന്നിട്ട് തിളപ്പിച്ച് നല്ലവണ്ണം പറ്റിച്ചെടുത്തു. നല്ല സൂപ്പർ ഉള്ളിക്കറി, ഉള്ളിത്തീയൽ ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാർ.